സാമ്പത്തിക വിദഗ്ധൻ എസ് മോഹൻകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മോഹൻകുമാർ, നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഒരു വിഷയം അത് അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നു. ഈ ഒരു ദുരന്തമുണ്ടായി ആദ്യമായി തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താൽക്കാലിക പുനരധിവാസം ഏറ്റവും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ, പ്രത്യേകിച്ച് ഒരു മാസത്തിനകം തന്നെ പൂർത്തിയാക്കുക എന്നതായിരുന്നു. നിശ്ചയിച്ചതിലും നേരത്തെ അത് പൂർത്തിയാക്കിക്കൊണ്ട് കൃത്യമായി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃക കാണിച്ചു തരാൻ അതിന് കഴിഞ്ഞു. ആ ഒരു കൃത്യമായ ഏകോപന പ്രവർത്തനങ്ങൾക്ക് എന്നുള്ളത് ഒരുപക്ഷേ പൊതുസമൂഹം ഏറ്റവും കൂടുതൽ കൈയടിച്ച ഒരു വിഷയമായിരുന്നു. അതിനുശേഷമുള്ള ലക്ഷ്യമാണ് ഈ സ്ഥിര പുനരധിവാസം എന്ന് പറയുന്നത്. അതും ലോകോത്തര മാതൃകയിലുള്ള സ്ഥിര പുനരധിവാസം എന്ന വലിയൊരു ലക്ഷ്യത്തിന് സർക്കാർ ഇപ്പോൾ ഊന്നൽ നൽകുന്നുണ്ട്. അതിനോടനുബന്ധിച്ച പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അതിന് യഥാർത്ഥത്തിൽ വേണ്ടുന്നത് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം ചേർന്നുകൊണ്ടുള്ള അർഹമായ സാമ്പത്തിക പിന്തുണ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നതാണ്. ഇപ്പോൾ കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്, നമുക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു വസ്തുതയുമാണ്. ഈ ഒരു കാലതാമസം സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കുന്നതിലെ തടസ്സം എത്ര കണ്ട് ഈ പുനരധിവാസ പ്രവർത്തനങ്ങളെ ബാധിക്കും? നോക്കൂ, ഇത്തരത്തിൽ ഒരു ചർച്ച ഉണ്ടായത് തന്നെ വളരെ നിർഭാഗ്യകരമായി പോയി എന്ന് വേണം പറയാൻ. കേരളത്തിലെ വിഷ്വൽ മീഡിയയും സോഷ്യൽ മീഡിയയും പ്രിൻ്റ് മീഡിയ അത് പിന്നെ ഏറ്റെടുത്തു. ഇങ്ങനെ ഓരോ ശവശരീരത്തിനും കണക്ക് പറഞ്ഞ് ഇതാണ് ശരി ഇതാണ് തെറ്റ് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ മറ്റൊരു തരത്തിലുള്ള ഒരു പിക്ചർ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് ഈ മരണപ്പെട്ടവരോടും ജീവിച്ചിരിക്കുന്ന അവരുടെ ബന്ധുക്കളോടും കാണിക്കുന്ന വളരെ വലിയൊരു അനീതിയാണ്. അതൊരു ക്രിമിനൽ ആക്റ്റായിട്ട് വേണം ഇതിനെ നമുക്ക് ചിത്രീകരിക്കാൻ. നോക്കൂ, ഇവിടെ സംഭവിച്ചത് കേരളത്തിൽ വയനാട്ടിലെ 2 പഞ്ചായത്ത് പ്രദേശങ്ങളിൽ നിന്ന് മാത്രം ഏകദേശം 500-ൽ പരം ആളുകൾ ഈ ഭൂമുഖത്തു നിന്ന് തന്നെ ഇല്ലാതെ പോയി. അവരെ പരമാവധി ആളുകളെ ജീവനോടെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് കേരള സർക്കാർ ആ ജീവനോടെ കണ്ടെത്താൻ ശ്രമിച്ചതിൽ അവിടെ പണത്തിൻ്റെ കണക്ക് പറഞ്ഞിട്ടില്ല. അവിടെ ഒരു JCB വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു യന്ത്രത്തെ വിളിക്കുമ്പോഴോ അതിനുവേണ്ട ആളുകളെ വിളിക്കുമ്പോഴോ അതിനുവേണ്ട സൗകര്യങ്ങൾ കൊടുക്കുമ്പോഴോ അതിന് ഏതെങ്കിലും തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വേണമെന്നോ ഒന്നും അല്ല പറഞ്ഞത്. പരമാവധി ആളുകളെ എത്രയും വേഗം കഴിയുന്നത്ര ജീവനോടെ സംരക്ഷിച്ച് ആശുപത്രിയിലാക്കേണ്ടവരാക്കുക, അല്ലെങ്കിൽ അവരുടെ മറ്റ് സൗകര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. ഈ സമയത്ത് ഇപ്പം ജൂലൈ 30-ാം തീയതി നടന്ന സംഭവത്തിൽ, ഈ ദാരുണ സംഭവത്തിൽ ഒരാളിന് പോലും ഏതെങ്കിലും തരത്തിലുള്ളൊരു പരാതി ഉണ്ടായിട്ടുണ്ട് എന്ന് ആ സമയത്ത് വാർത്ത ശ്രവിച്ച ഒരാളിനും തോന്നിയില്ല. അതിൻ്റെ അർത്ഥം കേരള ഗവൺമെൻറ് കയ്യിൽ കോടിക്കണക്കിന് രൂപ അനാവശ്യമായി കെട്ടിക്കിടക്കുന്നു എന്നല്ല, അതൊരു ഗവൺമെൻറ് എടുക്കുന്ന സമീപനമാണ്. ജനങ്ങളോട് ഒരു ദുരന്തമുണ്ടാകുമ്പോൾ അവിടെ കണക്കല്ല പറയേണ്ടത്, അവിടെ നിങ്ങൾ മറ്റൊന്നും നോക്കാൻ പാടില്ല, എവിടെ നിന്ന് പണം വരുന്നു എന്നുള്ളത് ഗവൺമെൻറ് നോക്കേണ്ട ആവശ്യമില്ല, പാടില്ല. ആ കാര്യങ്ങൾ ഒരു പരാതിയും കൂടാതെ ആളുകളുടെ കയ്യിൽ എത്രയും വേഗം എത്തിച്ചു കൊടുക്കുകയും അവർക്ക് വേണ്ട സമാശ്വാസം നൽകുകയും ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെ സമീപനമാണ്. ആ സമീപനത്തെയാണ് നമ്മൾ കാണേണ്ടത്. ആ സമീപനം കഴിഞ്ഞിട്ട് ഇതേപോലുള്ള സമീപനങ്ങൾ ഇതേപോലുള്ള ദാരുണ സംഭവങ്ങൾ നടന്ന മറ്റ് സ്ഥലങ്ങളും മറ്റ് സംസ്ഥാനങ്ങളുണ്ട്. ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആന്ധ്രയിലും തെലുങ്കാനയിലും നടന്നു. ആന്ധ്രയിലും തെലുങ്കാനയിലും ഇത്തരത്തിലുള്ള ദാരുണ സംഭവങ്ങൾ നടന്നപ്പോൾ അവിടെ 3448 കോടി രൂപ കൊടുത്തത് ഏത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഈ ഇപ്പോൾ കോടതിയിൽ പോയ ആളുകൾ അവിടുത്തെ കണക്കുകൾ ഒന്ന് പരിശോധിക്കണം. അതായത് ഈ ഗവൺമെൻറ്റിന് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്, കേരള ഗവൺമെൻറ് സമർപ്പിച്ചിരിക്കുന്നത് 1201 കോടി രൂപയുടെ പ്രിലിമിനറി അസസ്മെൻ്റാണ്. ഈ പ്രിലിമിനറി അസസ്മെൻ്റ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പണം മാത്രമല്ല, NDRF നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് എന്ന് പറയുന്ന ഈ ഫണ്ടിന് കൊടുക്കുന്നത് 13ാം ധനകാര്യ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ്. 13ാം ധനകാര്യ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പണവും സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് സമാഹരിക്കുന്ന പണവും ജനങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന ഡൊണേഷൻ ഉൾപ്പെടെയുള്ള ഒരു ഫണ്ടാണ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട്. ഈ ഫണ്ട് ഒരു നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ആ ഫണ്ട് അവിടെ പ്രവർത്തിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് പ്രവർത്തിക്കാൻ വേണ്ട പണം കയ്യിലെത്തിക്കുക എന്നുള്ളതാണ്. കണക്കൊക്കെ പിന്നെയാണ്, ജനങ്ങളുടെ
ജീവനാണ് ഏറ്റവും പ്രധാനം. അത് സംരക്ഷിക്കാൻ എന്താണോ വേണ്ടത് അതവിടെ ചെയ്തു കൊടുക്കുക. അത് ചെയ്തു കൊടുക്കാൻ വേണ്ടി സർക്കാർ, കേന്ദ്ര സർക്കാർ അതിൻ്റെ നാഷണൽ ഡിസാസ്റ്റർ മിഷൻ ഒരു ഫോർമാറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഫോർമാറ്റിൽ ചില കോളങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു ശവശരീരം സംസ്കരിച്ചതിന് 75,000 കോടി രൂപ എന്ന് പറഞ്ഞ് കേരളം മുഴുവനും, ഇന്ത്യ മുഴുവനും, ലോകം മുഴുവനും ഒരു വാർത്തയാക്കി മാറ്റുമ്പോൾ മരിച്ച ശവശരീരങ്ങൾ കുഴിയുടെ അടുത്ത് വന്ന് എന്നെ ഒന്ന് സംസ്കരിക്കുക എന്ന് പറയുകയല്ല ചെയ്യുന്നത്. അതിനെ അവിടെ കൊണ്ട് എത്തിച്ച ഒരു പ്രോസസ്സുണ്ട്. ഇതിൻ്റെ നമുക്ക് കണക്കൊന്നും അങ്ങനെ നോക്കിയെടുക്കുന്നതും ശരിയല്ല, അത് പറയുന്നതും ശരിയല്ല. പക്ഷേ അതിന് കണക്ക് വേണമെന്നുള്ളതൊന്നും ആർക്കും സംശയമില്ല. ശ്രീ മോഹൻകുമാർ, ഈ സാമ്പത്തിക സഹായത്തിനുണ്ടാകുന്ന കാലതാമസം അത് ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ, കാരണം മുന്നോട്ടുള്ള ഇതൊരു വലിയ ലക്ഷ്യമാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. ഇത്രയധികം ജനങ്ങളുടെ സാധാരണ ജീവിതത്തിനൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് അത്രത്തോളം ശ്രമകരമായ ഒരു ദൗത്യവുമാണ്. അതിന് കൃത്യമായി സാമ്പത്തിക സഹായം വേണം. അത് എത്രയും വേഗം എത്രയും വേഗം അങ്ങനെ പ്രഖ്യാപിക്കണം എന്ന ഒരു ആവശ്യമാണ് കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് നാളുകളായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ മുഖം തിരിക്കുന്ന സമീപനമാണോ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? തീർച്ചയായിട്ടും. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയുള്ളതാണ്. പിന്നെ നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് മറ്റൊന്നാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വരുന്നതാണ്. ഇത് ആ സമയത്ത് ഇത്തരത്തിൽ വലിയൊരു മഹാദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സമയത്ത് സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ ആംസുകളെയും അവരുടെ എല്ലാ ഇൻസ്ട്രുമെൻറ്റുകളെയും എക്യുപ്പ് ചെയ്യേണ്ട ജോലി കേന്ദ്ര സർക്കാരിനാണ്. അതോടൊപ്പം കേന്ദ്ര സർക്കാർ വേണ്ട സഹായങ്ങൾ മിലിറ്ററിയുടെ കാര്യത്തിലായാലും മറ്റ് യന്ത്രസാമഗ്രികളുടെ കാര്യത്തിലായാലും സംസ്ഥാന സർക്കാരുകളുടെ ഇല്ലാത്ത സാധനങ്ങൾ കൊടുത്ത് സഹായിക്കുകയും ചെയ്യേണ്ടത് ഇത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും പ്രാദേശിക സർക്കാർ ഉൾപ്പെടെ ഒരുമിച്ച് നിന്നും ജനങ്ങളും എല്ലാം ഒരുമിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. ഇതിൽ പ്രധാനപ്പെട്ടത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുകളും ഒരുമിച്ച് ചെയ്യേണ്ടതാണ്. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം വന്നത് നോക്കൂ, ആസാമിലും മേഘാലയയിലും നടന്നു. ത്രിപുര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കവും ദുരന്തങ്ങളുണ്ടായി. അത് വളരെ ദുരന്തമായ ഒരു അനുഭവമായി പോയി. 11,000 കോടി രൂപ കൊടുത്തു ഈ റിലീഫ് ഫണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ. 3,448 രൂപ ആന്ധ്രയ്ക്കും തെലുങ്കാനയ്ക്കും കൊടുത്തു. ഇതെല്ലാം പ്രിലിമിനറി അസസ്മെൻ്റ് ഭാഗമായിട്ടാണ്. അതിനുവേണ്ടിയാണ് ഈ ദുരന്തം കഴിഞ്ഞ് 11ാമത്തെ ദിവസം പ്രധാനമന്ത്രി ഇവിടെ എത്തിയത്. 5ാമത്തെ ദിവസം കേന്ദ്രത്തിലെ ഒരു അസസ്മെൻറ്റ് കമ്മിറ്റി ഇവിടെ വന്നത്, മന്ത്രിമാരുൾപ്പെടെ ഇവർ വരുന്നത് ഇതിനു വേണ്ടിയാണ്. പ്രിലിമിനറി ഇത് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിൻ്റെ നിയമപരിധിക്കകത്ത് വരുന്നതാണ്. എത്രയും വേഗം നിങ്ങൾ പണം എത്തിക്കാൻ വേണ്ടിയാണ്. അതിനിപ്പോൾ 50 ദിവസം കഴിഞ്ഞിരിക്കുന്നു, ഇതുവരെ ഒരു പൈസ എത്തിയിട്ടില്ല. 2019 ദുരന്തം കഴിഞ്ഞു. 2,101 കോടി രൂപയുടെ ആവശ്യമാണ് സർക്കാർ ഉന്നയിച്ചത്. ഒരു പൈസ ഇതുവരെ സർക്കാരിൻ്റെ കയ്യിലെത്തിയില്ല. ഇതൊരു പൊളിറ്റിക്കൽ, രാഷ്ട്രീയപരമായ എത്തിക്സ് ഇല്ല, ഒരു പൊളിറ്റിക്കൽ എറ്റിക്വേറ്റ് ഉണ്ട്. നിങ്ങൾ എന്ത് ദുരന്തമുണ്ട്, എന്ത് രാഷ്ട്രീയ ഡിഫറൻസ് ഉണ്ടെങ്കിലും ജനങ്ങൾക്ക് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവരോടൊപ്പം നിൽക്കേണ്ട, അവരുടെ ജീവനെ സംരക്ഷിക്കേണ്ട ഒരു ഭരണകൂടത്തിൻ്റെ ആവശ്യത്തിനെയാണ് കേന്ദ്ര സർക്കാർ ഈ രീതിയിൽ ഇവിടെ ഒരു രാഷ്ട്രീയമായിട്ട് നമുക്ക് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് തോന്നുന്ന രീതിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിലുള്ള തോന്നൽ പോലും ഉണ്ടാകാൻ പാടില്ല.